ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത് എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. കാരണം എല്ലാവർക്കും പറ്റുന്നൊരു അബദ്ധം തന്നെയാണ് കേട്ടോ. ഞാൻ ആൻഡ്രോയിഡ് 15 ഒന്ന് അപ്ഡേറ്റ് ചെയ്തു എൻ്റെ സാംസങ്ങിൻ്റെ S21 FE. അപ്പോൾ എല്ലാവർക്കും കിട്ടുന്ന പോലെ തന്നെ എനിക്കും കിട്ടി ഒരു വര, കണ്ടല്ലോ, ഒരു ഗ്രീൻ ലൈന്. അപ്പോൾ ഇതിനെക്കൊണ്ട് ഇപ്പോൾ ഞാൻ കുടുങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ 27-ാം തീയതി ഞാൻ ആൻഡ്രോയിഡിൻ്റെ 15 എനിക്ക് അപ്ഡേഷൻ വന്നപ്പോൾ ഞാനത് അപ്ഡേറ്റ് ചെയ്തതായിരുന്നു. അപ്ഡേറ്റ് ചെയ്തു. ഇത്രയും 3.5 GB എനിക്കത് അപ്ഡേറ്റ് ചെയ്യാൻ ഉണ്ടായിരുന്നു. അത് അപ്ഡേറ്റ് ചെയ്തു. അപ്പോൾ സാംസങ്ങിൻ്റെ UI 7 ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടും ഞാൻ അപ്ഡേറ്റ് ചെയ്തു. അപ്ഡേറ്റ് ചെയ്തപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ കുറേ റിവ്യൂസൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. കാരണം എന്താണ് ഈ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുക എന്നുള്ളതിനെ കുറിച്ച്. അപ്പം ചിലർ പറയുന്നുണ്ടായിരുന്നു 4 ദിവസം കഴിഞ്ഞാൽ ഗ്രീൻ ലൈൻ വരും എന്നുള്ളത്. ഫോൺ ഉപയോഗിച്ചിട്ട് ഞാൻ വീഡിയോസൊക്കെ എടുക്കുന്ന സമയത്താണ് എനിക്ക് പെട്ടെന്ന് ഈ ഒരു ഗ്രീൻ ലൈൻ ഡിസ്പ്ലേയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്കും വന്നിട്ടുണ്ട്. ഞാൻ ഉപയോഗിക്കുന്നത് സാംസങ്ങിൻ്റെ S21 FE ആണ്. ആൻഡ്രോയിഡ് 15 അപ്ഡേറ്റ് ചെയ്ത് 3-ാമത്തെ ദിവസം തന്നെ എനിക്ക് ഈ ഒരു ഗ്രീൻ ലൈൻ ഡിസ്പ്ലേയിൽ വന്നിട്ടുണ്ട്. ഈ ഒരു ഫോൺ ഉപയോഗിച്ചിട്ടാണ് ഞാൻ വീഡിയോസൊക്കെ എടുക്കാറുള്ളത്. ഫോട്ടോ എടുക്കലും വീഡിയോസ് എടുക്കലും ഒക്കെ ഈ ഒരു ഫോൺ ഉപയോഗിച്ചിട്ടാണ്. അപ്പം ഈ ഒരു ഗ്രീൻ ലൈൻ ഡിസ്പ്ലേയിൽ കാണുമ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ സാംസങ് സെൻറ്ററിലേക്ക് ഒന്ന് വിളിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഇതിൻ്റെ വാറണ്ടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ചോദിച്ചു ഇത് ഏതാ മോഡൽ ചോദിച്ചു. അപ്പോൾ നമ്മൾ സാംസങ്ങിൻ്റെ S21 FE ആയിരുന്നു. ഇതിനെ 2 വർഷത്തോളമായി ഉപയോഗിക്കുന്നത്. വാറണ്ടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്തുള്ള സർവീസ് സെൻറ്റർ എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെതാണെങ്കിൽ സാംസങ്ങിൻ്റെ ഷോറൂം കൊണ്ടോട്ടി വരുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞത് കൊണ്ടോട്ടിയിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് അവർ 1 മന്ത്, അതായത് അവർ ഡൽഹിയിലേക്ക് അയക്കും. എന്നിട്ട് അവർ അതിൻ്റെ പാനലും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് അവർ തരും. നിങ്ങൾക്ക് എക്സ്ട്രാ ക്യാഷോ കാര്യങ്ങളൊന്നും വരില്ല. കൊറിയർ ചാർജ് 600 രൂപ വരും. അല്ലാണ്ട് വേറെ കാര്യങ്ങളൊന്നും വരില്ല. മാക്സിമം ടൈമാണ് 1 മന്ത് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വാറണ്ടി കഴിഞ്ഞാലും ഈ ഒരു കാര്യം ഫ്രീ ആയിട്ട് ചെയ്തു തരാം, ഈ ഒരു ഗ്രീൻ ലൈൻ മാറ്റിത്തരാം എന്നാണ് അവർ പറഞ്ഞത്. കാരണം സാംസങ്ങിൻ്റെ ചില മോഡൽസിന് ഈ ഒരു കംപ്ലയിൻറ്റ് വരുന്നുണ്ടെന്ന് കമ്പനി തന്നെ പറയുന്നുണ്ട്. അത് അവർ ഫ്രീ ആയിട്ട് മാറ്റി കൊടുക്കുമെന്നുള്ളതും പറയുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും എൻ്റെ ഈ സാംസങ്ങിൻ്റെ S21 FE അതിലുൾപ്പെട്ടൊരു മോഡലാണ്. അതുകൊണ്ടായിരിക്കും വാറണ്ടി പീരീഡ് കഴിഞ്ഞിട്ട് അവർ യാതൊരു ഈ കൊറിയർ ചാർജ് അല്ലാതെ ബാക്കിയുള്ളൊരു കാര്യത്തിനും അവർ ക്യാഷ് ഈടാക്കുന്നില്ല. അപ്പോൾ എന്തായാലും ഇതുപോലെ ആർക്കെങ്കിലും ഇപ്പോൾ അപ്ഡേറ്റ് കൂടുതൽ വന്നിട്ടുണ്ടായിരിക്കും. കൂടുതൽ ആളുകൾക്കും സാംസങ്ങിൽ ആൻഡ്രോയിഡ് 15 അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആർക്കെങ്കിലും ഇതേപോലെ ഈ ഗ്രീൻ ലൈൻ്റെ ഇഷ്യൂ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളും സാംസങ്ങിൻ്റെ ഷോറൂമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെ കൊണ്ടുപോയിട്ട് നിങ്ങളുടെ ഡാറ്റകളൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് കൊടുക്കുകയായിരിക്കും നല്ലത്. ഞാൻ എന്തായാലും ഈ ഡാറ്റകളൊക്കെ ഒന്ന് ഒഴിവാക്കി എൻ്റെ സിസ്റ്റത്തിലേക്ക് മാറ്റി വെക്കണം. അപ്പോൾ നാളെ തന്നെ ഞാൻ എൻ്റെ ഈ ഫോണ് കൊണ്ടോട്ടിയിൽ സാംസങ്ങിൻ്റെ ഷോറൂമിൽ കൊടുത്തിട്ട് അവർ മാക്സിമം 1 മന്താണ് അവർ ടൈം പറഞ്ഞത്. ഡൽഹിയിൽ പോയി കംപ്ലയിൻ്റൊക്കെ ഒന്ന് റെഡിയാക്കി കൊണ്ടുവരാൻ. എന്നാൽ അവർ ചിലപ്പോൾ 2 വീക്ക് കൊണ്ട് കിട്ടുമെന്ന് പറയുന്നുണ്ട്. എന്നാൽ മാക്സിമം അവർ പറയുന്ന ടൈമാണ്. ചില ആളുകളൊക്കെ അത് അവർ വഴക്കിടാനും കാര്യത്തിനൊക്കെ സമയത്ത് കിട്ടിയില്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അവർ 1 മന്ത് ടൈം പീരീഡ് പറയുന്നുണ്ട് മാക്സിമം. എന്നിട്ട് ഫോണിന് എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളുണ്ടോ എന്ന് നോക്കണം. ഫിസിക്കലി എൻ്റെ ഫോണിന് യാതൊരു കംപ്ലയിൻറ്റും ഇല്ല. ഈ അപ്ഡേഷൻ വന്നപ്പോൾ ആണ് ഈ ഒരു വിഷയം വന്നിട്ടുള്ളത്. അപ്ഡേറ്റ് ചെയ്യുമ്പോൾ വരെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവുന്നില്ല വിചാരിച്ചിട്ട്. അപ്ഡേഷൻ ചെയ്യുന്ന സമയത്തൊന്നും എനിക്ക് ഗ്രീൻ ലൈൻ വന്നിട്ടില്ല. അതിന് മുന്നേ വന്നിട്ടില്ല. അപ്ഡേഷൻ ചെയ്ത് 3-ാമത്തെ ദിവസമാണ് ഇപ്പോൾ ഗ്രീൻ ലൈൻ വന്നത്. എന്തായാലും നമുക്ക് ഈ ഫോണ് തിരിച്ച് കൈ കിട്ടിയിട്ട് ഞാനൊരു വീഡിയോ ഇടുന്നുണ്ട്. അത് നമുക്ക് എന്തായാലും ആ ഒരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.